ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സയൻസിൻ്റെ പ്രോഡക്റ്റ് ഡയമെൻഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോസസ് ഡയമെൻഷൻ ഡിസ്കസ് ചെയ്തു. ഇൻഫർമേഷൻസ് ഓർ ഐഡിയാസ് വി അക്വയർ ത്രൂ വേരിയസ് പ്രോസസ് ഓഫ് സയൻസ് ഫോം ദ ബോഡി ഓഫ് നോളേജ് ഓർ പ്രോഡക്റ്റ് ഓഫ് സയൻസ്. ഏത് തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോസസ്സുകളായാലും അതുപോലെ തന്നെ നമുക്ക് സയൻറ്റിസ്റ്റ് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിലൂടെയാണ് നമുക്ക് നാച്ചുറൽ ഫിനോമിനൻസിനെ നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയങ്ങളിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിലൂടെ ഏത് തരത്തിലുള്ള തിങ്കിങ് പ്രോസസ്സുകളാണോ, ഏത് തരത്തിലുള്ള പ്രോസസ്സാണ് ഇവിടെ മെയിൻ അല്ലേ. അപ്പോൾ ആ പ്രോസസ്സുകളിലൂടെ എത്തിച്ചേരുന്നത് ബോഡി ഓഫ് നോളേജിലേക്കാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സയൻസിലേക്കാണ്. സയൻസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനും ഇല്ലെങ്കിൽ അതിൻ്റെ ഹൈറാർക്കിക്കൽ ലെവൽ അനുസരിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ടേംസ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഫാക്ട്സ് എന്ന്, അതിലും ചെറിയതായിട്ട് നമുക്ക് ടേംസ് എന്ന് പറയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേംസ് എന്ന് പറയാം. ദെൻ ഫാക്ട്, കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, തിയറീസ്, ലോസ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. First one, term. A new word having significant meaning. ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള വേർഡിനെ നമുക്ക് ടേം എന്ന് പറയാം, സയൻറ്റിഫിക് ടേം എന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിയുടെ ടേം അല്ല, അല്ലെങ്കിൽ സയൻറ്റിഫിക് ടേം ആയിരിക്കില്ല നമുക്ക് ഒരു 8th സ്റ്റാൻഡേർഡിലുള്ള കുട്ടിയുടെ സയൻറ്റിഫിക് ടേം എന്ന് പറയുന്നത്. കാരണം ന്യൂ ആയിരിക്കണം. നമുക്ക് ന്യൂ ആയത് എന്താണോ, ഇപ്പോൾ ഒരു വാട്ടർ എന്നുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു ന്യൂ ടേമാണ്. നമുക്കൊരിക്കലും അതൊരു ന്യൂ ടേം അല്ല, വളരെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ അതൊരു സയൻറ്റിഫിക് ടേമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഓരോ ഏജിനനുസരിച്ചും സയൻറ്റിഫിക് ടേംസിനെ നമുക്ക് വ്യത്യസ്തപ്പെടുത്തി പറയാം. അപ്പോൾ ഒരു കൺസെപ്റ്റ് അല്ലേ, ഒരു ആശയത്തിനൊരു തലക്കെട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഓസ്മോസിസ് നമ്മളൊരു കൺസെപ്റ്റായി പറയുന്നതാണ്. ആ ഓസ്മോസിസ് എന്നുള്ള വേർഡ് ഇവിടെ നമുക്കൊരു സയൻറ്റിഫിക് ടേമാണ്. ഓസ്മോസിസ് പരിചയമില്ലാത്ത, ഫെമിലറൈസ് ആവാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു ന്യൂ വേർഡാണ്. ദെൻ പ്രോട്ടോപ്ലാസം, മെംബ്രെയിൻ, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ടേംസിൽ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ദെൻ ഫാക്റ്റ്. A fact is an event that has occurred and has been recorded with no disagreement among the observers. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. It is an unadulterated statement of an object, event, phenomenon, etc. ഫാക്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു മായം കലർത്താത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതൊരു ഒബ്സർവർ ആയാലും എപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോഴും അവർ തമ്മിലൊരു ഡിസഗ്രിമെൻ്റ് ഇല്ലാത്ത തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഫാക്ട്സ് ആർ സ്പെസിഫിക് വെരിഫയബിൾ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ത്രൂ ഒബ്സർവേഷൻസ്. ഇത് വളരെ സ്പെസിഫിക് ആയ വെരിഫയബിൾ ആയുള്ള പീസസ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് ഒബ്സർവേഷൻസിലൂടെ ലഭിക്കുന്നു. ദേ ആർ വെരിഫയബിൾ വിത്ത് റെഫറൻസ് ടു ടൈം ആൻഡ് പ്ലേസ്. ഒരു എക്സാമ്പിൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ടർ ടു കോൾഡർ റീജിയൻ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം അല്ലേ. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അയൺ ഈസ് ഹാർഡ് മെറ്റൽ. അമീബ ഈസ് എ ഫ്രഷ് വാട്ടർ ഓർഗാനിസം. സ്റ്റം ഗ്രോസ് ടുവേർഡ്സ് ലൈറ്റ്. ഒരുപാട് എക്സാമ്പിൾസ്, ഞാൻ ജസ്റ്റ് കുറച്ച് എണ്ണം എടുത്തു പറയുന്നതേ ഉള്ളൂ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫാക്ട്സ് എന്താണ്, ഈ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരിക്കലും നമുക്ക് സയൻസിൽ ട്രൂ ആയിട്ടൊരു ഫാക്റ്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഫാക്റ്റാണ്, പക്ഷേ ഒരു അൺസേർട്ടിനിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാൻസിനെ ഒബ്സർവ് ചെയ്യുന്ന എല്ലാവരും പറയും സ്വാൻസ് ആർ വൈറ്റ്, ഓൾ സ്വാൻസ് ആർ വൈറ്റ്. ഏത് വരെയാണ് നമുക്കത് പറയാൻ സാധിക്കുക? ഒരു ഒബ്സർവർ അതല്ലാത്ത ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കളറിലുള്ള ഒരു സ്വാനിനെ കാണുന്നത് വരെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാക്റ്റായിട്ട് സയൻസിൽ നിലനിൽക്കും. എപ്പോഴാണോ അത് ഒരു ഒബ്സർവർ അതിനെ തിരുത്തി വേറൊരു ഒബ്സർവേഷൻസ് കാണുന്നത്, തീർച്ചയായും ഈ ഫാക്റ്റിനെ നമ്മൾ പുറന്തള്ളും, പുതിയ ഫാക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ചേഞ്ചിയബിൾ ആണ് ഈ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ
Concept. Concept is a classification of ideas, objects, or events into a set by mentally abstracting the common essential characteristics which define that set. ഐഡിയാസിൻ്റെയോ അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെയോ ഇവൻസിൻ്റെ എന്തിൻ്റെയോ ആയിരിക്കോട്ടെ, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. മെൻ്റലി അബ്സ്ട്രാക്റ്റ് ചെയ്യും. നമ്മളെങ്ങനെയാണ് ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കാണുമ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് നമ്മുടെ ഓൾറെഡി ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവരും അല്ലേ. ഒരു ബെഡ് കണ്ട, ഒരു ചെയർ കണ്ട, എന്ത് കണ്ടാലും നമ്മൾ നേച്ചറിൽ എന്ത് സാധനങ്ങൾ കണ്ടാലും നമ്മൾ അതിനൊരു നമ്മുടെ മെൻ്റലിൽ ഒരു ക്ലാസിഫിക്കേഷൻ അത് കൊടുക്കും. എന്ത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് റെഫറൻസ് വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ബെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണാം, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിന് വേണം. അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, അതിനെന്തൊക്കെ ഫീച്ചേഴ്സ് വേണം. ഒരു ഹെർബ്, ഒരു ഷ്രബ്, ഇതിനൊക്കെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി അവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മൈൻഡിൽ. അപ്പോൾ ഓരോ എക്സാമ്പിൾസ് കാണുമ്പോഴേക്കും നമുക്ക് അബ്സ്ട്രാക്റ്റിംഗ് ആയിട്ട് തന്നെ നമ്മളതിനെ ആ ക്ലാസിഫിക്കേഷൻസിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2-3 തരത്തിലുള്ള കൺസെപ്റ്റുകൾ പറയാം. ഇൻസ്പെക്ഷൻ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ആർ ദോസ് കൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു തിങ്സ് ദാറ്റ് ക്യാൻ ബി ഒബ്സേർവ്ഡ് ബൈ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. എക്സാമ്പിൾസ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ബേർഡ്സ്, ഫിഷസ്, ടേബിൾ, ഡെസ്ക് ഒക്കെ നമുക്ക് പറയാം. ഇവയൊക്കെ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എക്സാമ്പിൾസിനെ ഒബ്സേർവ് ചെയ്യാൻ സാധിക്കുന്നതിനെ നമ്മൾ റിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻസ്പെക്ഷൻ കൺസെപ്റ്റ്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ തിയററ്റിക്കൽ കൺസെപ്റ്റ്സ്. തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് ആർ ദോസ് റിലേറ്റിംഗ് ടു തിങ്സ് ദാറ്റ് ആർ നോട്ട് സബ്ജക്റ്റ് ടു ഡയറക്റ്റ് ഒബ്സർവേഷൻസ്. ഡയറക്റ്റ് ഒബ്സർവേഷൻസിലൂടെ സാധിക്കാത്ത തിങ്സിനെ അല്ലെങ്കിൽ ഇവൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ. അതിന് നമുക്കൊരു എക്സാമ്പിൾസ് പറയാം. ഫോഴ്സ്, ഗ്രാവിറ്റി, ഓസ്മോസിസ്, ഇതൊന്നും ഡയറക്റ്റ് ഒബ്സർവൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് ഒരു മെറ്റീരിയൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സാമ്പിൾസിനെ നമുക്ക് തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് എന്ന് പറയാം. ഇനി റിലേഷണൽ കൺസെപ്റ്റ്സ് ആർ ദോസ് റിലേറ്റിംഗ് ഓർ എക്സ്പ്രസിംഗ് റിലേഷൻഷിപ്പ് സച്ച് ആസ് ലെസ്, മോർ, ഈക്വൽ, പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്, ഇങ്ങനെ തുടങ്ങിയത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². അതുപോലെ തന്നെ നമ്മുടെ മെൻറ്റൽസിൻ്റെ ലോ, ഇതൊക്കെ നമുക്ക് റിലേഷണൽ കൺസെപ്റ്റ്സ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ കൺസെപ്റ്റിൽ പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് ബ്രൂണറുടെ ഒരു ഡെഫിനിഷൻ ഇതിൽ പറയാനുണ്ട്. കൺസെപ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ പറഞ്ഞു പോവാം. അക്കോർഡിംഗ് ടു ബ്രൂണർ, എ കൺസെപ്റ്റ് ഈസ് എ മെൻ്റൽ ഇമാജറി ഓഫ് എ കാറ്റഗറി ഓഫ് സബ് ഒബ്ജെക്ട്സ് ഓർ ഫിനോമിന. ഒരു കൺസെപ്റ്റിന് ഇറ്റ് ഹാസ് 5 എലമെൻറ്റ്സ്. എക്സാമ്പിൾ അല്ല, എന്തൊക്കെ എലമെൻറ്റ്സ് ആണെന്ന് നമ്മൾ പറയുന്നത്. നെയിം, എക്സാംപ്ലേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കൺസെപ്റ്റിന് ഉൾക്കൊള്ളേണ്ട എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും അടങ്ങിയുള്ള എക്സാമ്പിൾസിനെയാണ് നമ്മളിവിടെ എക്സാംപ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൂണറുടെ ഒരു ടേം ആയിട്ടാണ് അവരൊരു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാറ്റഗറൈസേഷനാണിത്. ദെൻ ആട്രിബ്യൂട്ട്സ്, നെയിം, എക്സാംപ്ലേഴ്സ്, ആട്രിബ്യൂട്ട്സ്. ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. എന്തൊക്കെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണോ ഒരു കൺസെപ്റ്റിന് ആവശ്യം, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റിന് എന്തൊക്കെ കോമൺ ഫീച്ചേഴ്സ് ഉണ്ടോ അതിനെയാണ് ഇവിടെ ആട്രിബ്യൂട്ട്സ് കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദെൻ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ഏതൊരു കൺസെപ്റ്റ് ആയാലും അതിനൊരു ഹെഡിങ് ഉണ്ടാവും, അതാണ് നെയിം. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടാവും, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പാരസൈറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു കൺസെപ്റ്റാണ് ഒരു പാരസൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡെഫിനിഷൻസ് എല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കണം ഒരു കൺസെപ്റ്റ് എന്നാണ് നമ്മുടെ ബ്രൂണർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ എലമെൻറ്റ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവുക നിങ്ങൾ.
Okay, next one, principle. Principle is a statement which establishes a relationship between at least two concepts. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇവിടെ രണ്ട് കൺസെപ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ പറയാം. ഇതിൽ വേറൊരു എക്സാമ്പിൾ പറയാം. വെൻ വോളിയം ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. ഇതൊക്കെ നമുക്ക് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ പഠിക്കുന്ന ഡിഗ്രി ക്ലാസ്സുകളിലല്ലാതെ തന്നെ 10th ബേസ്ഡ് ആയിട്ടുള്ള സിലബസിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഓരോന്നും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാനുണ്ട്. നമുക്ക് കണ്ടൻറ് അനാലിസിസ് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ചാപ്റ്റർ എടുത്ത് അതിലുള്ള പ്രിൻസിപ്പിൾസ്, ടേംസ്, ഫാക്ട്സ് ഒക്കെ വേർതിരിച്ച് കണ്ടൻറ്റിനെ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇറ്റ് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് ടു കൺസെപ്റ്റ്. രണ്ട് കൺസെപ്റ്റിനെയെങ്കിലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കണം പ്രിൻസിപ്പിൾ. സോ ദ പ്രിൻസിപ്പിൾ ആർ ബ്രോഡ് ജനറലൈസേഷൻ വിച്ച് മീൻസ് ദ സെയിം ഫോർ ഓൾ ഇർറെസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ് ആൻഡ് എക്സ്പീരിയൻസ്. എല്ലാവർക്കും ജനറലൈസ്ഡ് ആണ് ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഫാക്റ്റ് നമ്മൾ ടേം പറയുമ്പോൾ അല്ലെങ്കിൽ ഫാക്റ്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു കുട്ടിക്ക് ഇപ്പോൾ നമുക്ക് ന്യൂ ആയിട്ടുള്ള വേർഡാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂ വേർഡ് ആണെങ്കിൽ അത് നമുക്ക് സയൻറ്റിഫിക് ടേം ആയിട്ട് ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞു. അതുപോലെ അല്ല ഇവിടെ പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും എന്തുതന്നെയാണ്, ഏജ് ഒന്നും നോക്കാനില്ല, അവരുടെ എക്സ്പീരിയൻസ് ഒന്നും നോക്കാനില്ല, അവർക്ക് എല്ലാവർക്കും പ്രിൻസിപ്പിൾ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ ജനറലൈസ്ഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സ്. എ പ്രോസസ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ഫാക്ട്സ് which will have a sequential order of occurrence which are standardized and accepted. നമ്മൾ ഒരുപാട് പ്രോസസ്സുകൾ സയൻസിൽ പഠിക്കുന്നതാണ്. ഫോട്ടോസിന്തസിസ്, ഹൈബ്രിഡൈസേഷൻ, ഗ്ലൈക്കോളിസിസ്, ലൈഫ് സൈക്കിൾ ഓഫ് എന്തിൻ്റെ ലൈഫ് സൈക്കിൾ ഒരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പ്രോസസ്സ് ഇപ്പോൾ എണ്ണി പറയേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ഒരുപാട് പ്രോസസ്സ്. ഒക്കത്തിനും എല്ലാ പ്രോസസ്സുകൾക്കും ഒരു സീക്വൻഷ്യൽ ഓർഡർ, അതിൻ്റെ ഒക്കുറൻസിന് ഒരു സീക്വൻഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യും. അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും, അക്സെപ്റ്റബിൾ ആയിരിക്കും. ഓൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രോസസ്സുകളായിട്ട് സയൻസിൽ പറയുന്നത്. ഇത് കൂടാതെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് തിയറി. എ തിയറി ഈസ് എ carefully constructed system of reasoning derived from well-founded assumptions regarding the basic nature of the physical world. ഇവിടെ കുറച്ച് എല്ലാ തിയറീസും നമ്മൾ ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ഒന്നല്ല. ചിലത് നമുക്ക് ഇമാജിനേഷൻ, അവിടെയാണ് നമ്മൾ സയൻസിൽ ഇമാജിനേഷൻസിന് പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത്. ലോജിക്കൽ റീസണിങ്ങും വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്ലെൻഡാണ് ഇമാജിനേഷൻസിൻ്റെയും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരു ബ്ലെൻഡായിട്ടാണ് നമ്മളിവിടെ തിയറീസ് ഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ആവശ്യം തന്നെയാണ്. അപ്പോൾ a theory is a carefully constructed system of reasoning derived from a well-founded assumptions regarding the basic nature of the physical world. നമ്മൾ ബിഗ് ബാങ് തിയറീസൊക്കെ കുറേ നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫൊക്കെ ഫുള്ള് ഇവിടെ നമുക്ക് തിയറീസ് ആയിട്ട് പഠിക്കാനുള്ളതാണ് അല്ലേ. ഒറിജിൻ ഓഫ് ലിവിങ് ബീയിങ്സ്, എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഈ നമ്മൾ അതൊന്നും നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചില എക്സ്പെരിമെൻറ്റ്സ് ഒരു എവിഡൻസായി പറയുന്നുണ്ടെങ്കിൽ കൂടി എല്ലാത്തിനൊന്നും എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഇല്ല. അത് ലോജിക്കൽ റീസണിങ്ങും ഇമാജിനേഷൻസ് വെച്ചിട്ട് തന്നെയാണ് തിയറി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, ഇത് ചേഞ്ച് ചെയ്യാം കാലക്രമേണ. നമുക്ക് ചിലപ്പോൾ അതിന് ചേഞ്ച് വരാം. അത് ഇപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്ന തിയറികളെ റിജക്റ്റ് ചെയ്ത് പുതിയ തിയറീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് പറയാം ഒരു ലോ, ഇതിന് നമുക്ക് തിയറിക്ക് നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ലോ എന്ന് പറയുമ്പോൾ നമ്മളവിടെ എക്സ്പ്ലനേഷൻസ് അല്ല കൂടുതലും പറയുന്നത്, ലോയുടെ പിന്നിലുള്ള എക്സ്പ്ലനേഷനാണ് തിയറി എന്ന് പറയാം ശരിക്കും. അക്കോർഡിംഗ് ടു സയൻസ്, എ ലോ ഈസ് എ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് set after a number of observations. A law has no explanations or exceptions when it is framed. It is
an obvious fact recorded after observations. എക്സാമ്പിൾ നമുക്ക് പറയാം ലോ ഓഫ് ഡൊമിനൻസ്. ഒരു ലോ എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ എക്സെപ്ഷൻസോ ഇല്ല. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, എന്താ പറയുക, നമ്മൾ ആപ്പിളിൻ്റെ കാര്യമൊക്കെ പറയില്ലേ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി പഠിക്കുന്ന സമയത്ത് ആ ജസ്റ്റ് ഒബ്സർവേഷൻസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻസോ അല്ല അവിടെ കൂടുതൽ പ്രസക്തി. അവിടെ ജസ്റ്റ് ഫാക്റ്റാണ് ശരിക്കും പറഞ്ഞ ലോ എന്ന് പറയുമ്പോൾ, അല്ലേ? അവിടെ എക്സ്പ്ലനേഷൻസ് അല്ല, ഈ ലോയുടെ പിന്നിലുള്ള എക്സ്പ്ലനേഷനാണ് ശരിക്കും തിയറീസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഒരു എക്സെപ്ഷൻസും നമ്മളിവിടെ കാണുന്നില്ല. ലോ ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അതൊരു അധിക സമയത്ത് അതൊരു കൂടുതലായിട്ട് നമ്മൾ ന്യൂമറിക്കലായിട്ട് ഫോർമുലാസ് ആയിട്ട് ഫോം ചെയ്യും ലോനെ. അപ്പോൾ അത് കൂടുതലായിട്ട് ചേഞ്ച് ചെയ്യില്ല, വളരെ റെയറായിട്ട് ചാൻസ് ഉണ്ടെന്നല്ലാതെ. നമ്മൾ ചില ബുക്കുകളിലൊക്കെ വായിക്കുമ്പോൾ അത് ലോയും ചേഞ്ച് ചെയ്യും എന്നുള്ളത് ആയിട്ട് പറയുന്നുണ്ട്, പക്ഷേ അധിക ബുക്കുകളിലും ലോ ചേഞ്ച് ചെയ്യില്ല, തിയറീസാണ് ലോ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രോഡക്ട്സ് ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ. ടേംസ്, ഫാക്ട്സ്, കൺസെപ്റ്റ്സ്, തിയറീസ്, പ്രിൻസിപ്പിൾസ്, ലോസ്. ഇതൊരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. കാരണം കുറേ ടേംസ് കൂടിയിട്ട് അതിനൊരു എന്താ പറയുക, ലോജിക്കലി അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഒരു ഫാക്റ്റ് ഫോം ചെയ്യുക. ഈ ഫാക്ട്സ് തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കും കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട് അതിന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സയൻസിൻ്റെ ബോഡി ഓഫ് നോളേജിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ലെസൺ എടുത്ത് നിങ്ങൾ കണ്ടൻറ് അനാലിസിസ് ചെയ്യാൻ പറയുമ്പോൾ ഈ രീതിയിലാണ് നിങ്ങളതിനെ അനലൈസ് ചെയ്യുക. അതിലെന്തൊക്കെ തരത്തിലുള്ള ടേംസ് പഠിക്കാൻ, കുട്ടിക്ക് എന്തൊക്കെ പുതിയ ടേംസ് ആണ് അതിൽ പഠിക്കാനുള്ളത്. അതേപോലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 8th സ്റ്റാൻഡേർഡ് കുട്ടീനെയാണ് നമ്മൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചുള്ള എന്തൊക്കെ ഫാക്ട്സ് അതിൽ പഠിക്കാണ്ട്. ഇപ്പോൾ നമ്മൾ ഇലകളുടെ ഇലകൾക്ക് പച്ച നിറമാണ് എന്നുള്ളത് ഒരു 8ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫാക്റ്റ് അല്ല. പക്ഷെ ചെറിയ കുട്ടി, ഒരു 1st സ്റ്റാൻഡേർഡിലുള്ള കുട്ടിക്കാണെന്ന് അതൊരു ഫാക്റ്റാണ്, അതൊരു പുതിയ അറിവാണ് അവർക്ക്. അപ്പോൾ ആ രീതിയിൽ അതവിടെ നമ്മളിപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഫാക്ട്സുകൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് പുതിയതായിട്ടുള്ള ഫാക്ട്സുകൾ, കൺസെപ്റ്റുകൾ തുടങ്ങിയതാണ് നമ്മളവിടെ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ കുറച്ചും കൂടി വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.